ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റീജിയണൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. അപ്പോൾ റീജിയണലി നമുക്ക് ഹിമാലയാസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അതിൽ വെസ്റ്റേൺ ഹിമാലയാസിനെ പറ്റിയിട്ട് അതിലൊരു ഡിവിഷനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഹിമാലയാസിലുള്ള ഹിമാചൽ ഹിമാലയാസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയാസിനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. വലിയൊരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു 9ാം ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടാകുമ്പോൾ നിങ്ങൾ ആ ഓരോ പാർട്ട് കാണുക, അതിൻ്റെ നോട്ട് എടുക്കുക, അത് കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ കൃത്യം പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്കിത് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകാർ ഇപ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഇത്രയും വലിയൊരു കണ്ടന്റ് ഒരു ചാപ്റ്ററിനകത്ത് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. എന്നാലും ടെക്സ്റ്റ് ബുക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളായിട്ടായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കാണുന്നതിനോട് കൂടെ ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതൊക്കെ നമുക്കൊരു പ്രോത്സാഹനമായിരിക്കും. സോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഹിമാചൽ ഹിമാലയാസ്. ഹിമാചൽ ഹിമാലയാസ് പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിനകത്ത് കാണുന്ന ഹിമാലയത്തിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിമാചൽ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. ഈ ഹിമാചൽ ഹിമാലയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും 2 മൗണ്ടൻ റേഞ്ചസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു മൗണ്ടൻ റേഞ്ച് ഉണ്ടല്ലോ. എന്തുവായിരുന്നു അതിൻ്റെ പേര്? പിർ പഞ്ചൽ അല്ലേ? ഏതാണ്? പിർ പഞ്ചൽ റേഞ്ചസ് എന്താണ് ഇവിടെയാണ് ഉള്ളത്. അതിന് പുറമെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലല്ലോ, ഹിമാചൽ പ്രദേശിൽ മെയിനായിട്ട് കാണുന്ന മറ്റൊരു മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് അത് ധൗളാധർ ആണ്. ഓക്കെ, ഏതാണത്? ധൗളാധർ റേഞ്ചസ് ആണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ആണ് ഇത് ധൗളാധർ എന്ന് പറയുന്നത്. ഇവിടുത്തെ മാപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ് ഹിമാചൽ ഹിമാലയാസിൽ വരുന്നത്. ഒന്നാമത്തേത് പിർ പഞ്ചൽ, രണ്ടാമത്തേത് ധൗളാധർ. പിർ പഞ്ചൽ, ധൗളാധർ ആണ് പ്രധാനപ്പെട്ട 2 മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഹിമാചൽ ഹിമാലയാസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്നും പ്രധാനപ്പെട്ട 3 റിവറുകളെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്ന് ചിനാബ്, മറ്റൊന്ന് രവി, മറ്റൊന്ന് ബിയാസ്. ഇതൊക്കെയാണ് ചിനാബ്, രവി, ബിയാസ്. ഇത് 3ഉം ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവറുകളാണ്. അപ്പോൾ നമുക്കറിയാം, ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ചിനാബ് എന്ന് പറയുന്നത്, ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. അടുത്ത് ഇതാണ് രവി, ഇതാണ് ബിയാസ്. അപ്പോൾ ഇത് 3 എന്താണ്? ഈ പറയുന്ന ഹിമാചലിലെ പ്രധാനപ്പെട്ട റിവറുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോയിന്റാണ് പഠിച്ചത്. ഒന്ന് ഹിമാചൽ ഹിമാലയാസ്. ഹിമാചൽ ഹിമാലയാസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 മൗണ്ടൻ റേഞ്ചസ് ആണുള്ളത്. ഒന്ന് പിർ പഞ്ചലും മറ്റൊന്ന് ധൗളാധറും. റിവറുകളെ പറ്റി പറയുമ്പോൾ 3 റിവറുകളാണുള്ളത്. ഒന്ന് ചിനാബ്, ഒന്ന് രവി, ഒന്ന് ബിയാസ് എന്നിങ്ങനെ 3 റിവറുകളാണ് ഇവിടെ ഉള്ളത്. ഇനി മൗണ്ടൻ പാസസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, 2 പ്രധാനപ്പെട്ട മൗണ്ടൻ പാസുകളെ പറ്റിയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ബാരാലച്ച പാസ്. ഓക്കെ, ഒന്ന് ബാരാലച്ചാല പാസും മറ്റൊന്ന് റോത്തങ് പാസ്. ഓക്കെ, ബാരാലച്ചാല പാസും മറ്റൊന്ന് റോത്തങ് പാസ്. ഇതിൽ ബാരാലച്ചാല പാസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ ഹിമാചൽ പ്രദേശിനെ ഇങ്ങോട്ടുള്ള ഒരു റോഡുമായിട്ടാണല്ലേ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ തൊട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ഏതാ നിങ്ങൾക്ക് അറിയാവോ? ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ലഡാക്ക്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ആണ് ഇത് ബാരാലച്ചാല പാസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ബാരാലച്ചാല പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്? റോത്തങ് പാസ് കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ഈ റോത്തങ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കുളു വാലി. ഏതാണ്? KULU, കുളു വാലി. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കുളു മണാലി എന്നൊക്കെ നമ്മൾ പറയൂലേ. ഈ കുളു മണാലിയിലെ കുളു വാലിയെ നമ്മൾ
കുറച്ച് മുകളിലുള്ള ലഹൂൽ LAHUL അതുപോലെ വരുന്നതാണ് SPIT വാലി. ഓക്കെ, അപ്പോൾ കുളു വാലിയെ ലഹൂൽ വാലി ആയിട്ടും സ്പിറ്റി വാലി ആയിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ആണ് ഇത് റോത്തങ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മൗണ്ടൻ പാസുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ബാരാലച്ചാല പാസ്, മറ്റൊന്ന് റോത്തങ് പാസ്. ബാരാലച്ചാല പാസ് ഇത് താഴെ കാണുന്ന, അതായത് ഹിമാചലിനെ മൊത്തത്തിൽ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. റോത്തങ് പാസ് ആണെങ്കിൽ ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലമായിട്ടുള്ള കുളു വാലിയെ ലഹൂൽ സ്പിറ്റി വാലി ആയിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ആണ് ഇത് നമ്മുടെ റോത്തങ് പാസ് എന്ന് പറയുന്നത്. ഈ റോത്തങ് പാസ് എന്നൊക്കെ പറയുന്നത് ടൂറിസ്റ്റ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി ലേക്കുകളെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ലേക്കുകളാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് ചന്ദ്രതാൾ, ഓക്കെ, മറ്റൊന്ന് സൂരജ് താൾ. ഓക്കെ, അപ്പോൾ ചന്ദ്രതാളും സൂരജ് താളും 2 പ്രധാനപ്പെട്ട ലേക്സ് ആണ്. അതിൽ ലൊക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹിമാചലിൻ്റെ മാപ്പാണ്. അതായത് ഈ ഭാഗത്ത് വരുന്ന ഒരു ലേക്കാണ് ചന്ദ്രതാൾ, സൂരജ് താൾ. അങ്ങനെ 2 പ്രധാനപ്പെട്ട ലേക്സ് ആണ് ഇവിടെ ഉള്ളത്, ഈ പറയുന്ന ഹിമാലയസിലുള്ളത്. തീരുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞു ഈ കുളു വാലിയെ പറ്റി പറഞ്ഞല്ലേ. അപ്പോൾ ഈ കുളു വാലി നമ്മളിപ്പോൾ മെയിനായിട്ട് ഈ ബൈക്കിൽ ബുള്ളറ്റിലൊക്കെ ആൾക്കാർ റൈഡ് പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ കുളു വാലി. ഈ കുളു വാലി പോലെ തന്നെ മറ്റ് ഫേമസ് ആയിട്ടുള്ള 1-2 സ്പോട്ടുകളും കൂടെ ഇവിടെയുണ്ട് ഹിമാലയാസിലുണ്ട്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളു വാലി ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കുളു വാലി ഉണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ കുളു വാലി, കംഗ്ര വാലി, ലഹൂൽ വാലി, അതുപോലെ നമ്മുടെ ഷിംല, മണാലി, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഹിമാലയാസിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി ഇതിനു പുറമെ ഈ പറയുന്ന ഹിമാലയാസിന് ഭാഗത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ 1-2 അതിൽ കൂടുതൽ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, നമ്മുടെ ഈ പറയുന്ന ഭൂമിയുടെ അകം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ ക്രസ്റ്റ് മാന്റിൽ കോറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഭൂമിയുടെ ഈ പറയുന്ന അകത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതാണ് കോറ്. ഈ കോറിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ് മാൻഡിൽ അല്ലേ. അതിൻ്റെ മുകളിൽ കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന ലിത്തോസ്ഫിയർ. അപ്പോൾ ഇതിനെ ഈ അകത്തോട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മാഗ്മയൊക്കെ കയറി ഇരിപ്പുണ്ടായിരിക്കും. അവിടെയൊക്കെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തോട്ട് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർഫസിൽ വീഴുന്ന മഴവെള്ളം ഉണ്ടല്ലോ, ഈ മഴവെള്ളം പതുക്കെ ഈ ഭൂമിക്കടിയിലോട്ട് ഇറങ്ങി പോകും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടർ ഈ പറയുന്ന മാഗ്മ ഉള്ള റീജിയനുമായിട്ട് അല്ലെങ്കിൽ മാഗ്മയുടെ അടുത്തുള്ള ചൂടുള്ള റീജിയനുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ എന്ത് പറ്റും? അത് ചൂടാവും അല്ലേ, വേപ്പറായിട്ട് മാറും. ഇത് ചിലപ്പോൾ അകത്ത് തന്നെ ട്രാപ്പ് ചെയ്ത് കിടക്കും, ചിലപ്പോൾ ലേക്കുകളുടെ രൂപത്തിൽ സർഫസിൽ കാണാൻ പറ്റും, നമ്മുടെ തടാകങ്ങളായിട്ട്. അപ്പോൾ ഈ തടാകത്തിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ വ്യക്തമാവും അല്ലേ, വെള്ളം കുറച്ച് ചൂടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നീരാവിയൊക്കെ ഉയർന്നു വരുന്ന കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇനി കൂടുതൽ ഭംഗി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊള്ളിയൊന്നും വരും. അപ്പോൾ അങ്ങനത്തെ ഹോട്ട് സ്പ്രിങ്സും ഒരുപാട് എവിടെയുണ്ട്? ഉത്തരാഖണ്ഡ് എന്ന് ഹിമാചലിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹോട്ട് സ്പ്രിങ്സിനകത്ത് മണികരൺ എന്ന് പറയുന്നതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സ് ആണ്. അപ്പോൾ ഇതാണ് ഹിമാലയാസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. കണ്ടോ, ഒരുപാട് പോയിന്റുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹിമാചൽ പ്രദേശിലാണ് ഈ പറയുന്ന ഹിമാലയാസ് കാണുന്നത്. ധൗളാധറും പെർപഞ്ചലുമാണ് പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ്. ചിനാബ്, രവി, ബിയാസ് ഇമ്പോർട്ടൻ്റ് റിവേഴ്സ് ആണ്. അതിന് പുറമെ മൗണ്ടൻ പാസുകളെ പറ്റി പറയുമ്പോൾ ബാരാലച്ചാല പാസും അതുപോലെ തന്നെ റോത്താങ് പാസുമാണ് പ്രധാനപ്പെട്ട മൗണ്ടൻ പാസ് എന്ന് പറയുന്നത്. ബാരാലച്ചാല പാസ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. റോത്തങ് പാസ് കുളു വാലിയെ ലഹൂൽ ആൻഡ് സ്പിറ്റി വാലിയായിട്ട് കണക്ട് ചെയ്യുന്നു. ലേക്സുകളെ പറ്റി പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ലേക്ക്, ഒന്ന് ചന്ദ്രതാൾ, മറ്റൊന്ന് സൂരജ് താൾ. 2 പ്രധാനപ്പെട്ട ലേക്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത്രയാണ് നമുക്ക് ഹിമാലയാസിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുമ്പോൾ വീണ്ടും എവിടെയായിരിക്കും എന്ന ചോദ്യത്തിന് സംശയമൊന്നും വേണ്ട. നമ്മുടെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് കാണുന്ന ഹിമാലയത്തിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്? നമുക്കറിയാം, ഉത്തരാഖണ്ഡ് തീരുന്ന ഈ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നതാണ്. ഉത്തരാഖണ്ഡ് തീരുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കാളി റിവർ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്കിവിടെ മാപ്പിലും ഈ പറയുന്ന കാളി റിവർ ഇവിടെ കാണാനായിട്ട് പറ്റും, ഉണ്ടല്ലോ. ഇനി കാളി റിവർ നമ്മൾ പറഞ്ഞു ഇൻഡസ് തൊട്ട് കാളി വരെയാണ് വെസ്റ്റേൺ ഹിമാലയാസ് വരുന്നത്. അതിൽ ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെയായിട്ട് മറ്റൊരു നദിയുണ്ട്, അതിൻ്റെ പേരാണ് സത്ലജ്. ഓക്കെ, ഏതാണ്?
സത്ലജ് ഇൻഡസിന്റെ ഒരു പോഷക നദിയാണ്. ഈ സത്ലജിന്റെ ഭാഗം തൊട്ട് കാളി വരെയുള്ള ഈ ഒരു ഭാഗത്താണ് എന്തുള്ളത്, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ അവിടെയാണ് എന്ത് കാണുന്നത്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ് കാണുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്ലജ് റിവർ മുതൽ കാളി റിവർ വരെയാണ് എന്തുള്ളത്, ഇപ്പോൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ട് അല്ലേ. അവിടെ പറയുമ്പോൾ തന്നെ കൺഫ്യൂഷനാണ്. അപ്പോൾ പഠിക്കുന്നത് നിങ്ങളുടെ അവസ്ഥയാണെങ്കിലോ. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ഇവിടെ മുതലാണ്, സത്ലജ് മുതൽ കാളി റിവർ വരെയാണ് എന്തുള്ളത്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മുതലാണ് സത്ലജ് റിവർ മുതൽ കാളി റിവർ വരെയുള്ള ഭാഗം. ഇതിന് നമുക്ക് രണ്ട് ചെറിയ ചെറിയ ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ പറയുന്ന ഹിമാലയാസും ഈ ഒരു ഭാഗത്ത് കാണുന്ന ഹിമാലയാസും. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹിമാലയാസ് ഉണ്ടല്ലോ, ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പേര് GADWA ഗാഡ്വാൾ ഹിമാലയാസ് എന്നാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ GARWAL ഗാർവാൽ ഹിമാലയാസ് എന്നാണ് ബേസിക്കലി എന്ത് ചെയ്യാറ്, പറയാറ് GARHWAL. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഗാഡ്വാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയാസിന്റെ ഈ പറയുന്ന വെസ്റ്റേൺ ഭാഗം, ഓക്കെ, വെസ്റ്റ് സൈഡ് ഓഫ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ഈസ് നോൺ ആസ് ഗാഡ്വാൾ ഹിമാലയാസ്. അതുപോലെ റൈറ്റ് സൈഡിനെ വിളിക്കുന്ന പേര് അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുമയൂൺ ഹിമാലയാസ്. കാണുന്നുണ്ടോ, KUMAON, കുമയൂൺ ഹിമാലയാസ്, KUMAON, കുമയൂൺ ഹിമാലയാസ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ കാര്യം എന്താണ്, നമുക്ക് ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയാസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ഇവിടെ മുതൽ എവിടെ വരെ, സത്ലജ് മുതൽ കാളി റിവർ വരെ വരുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഉത്തരാഖണ്ഡ് ഹിമാലയാസിനെ രണ്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ വെസ്റ്റേൺ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാഡ്വാൾ ഹിമാലയാസ്, GADWAL. അപ്പോൾ ഈസ്റ്റേൺ ഭാഗത്തിന് വിളിക്കുന്ന പേര് ഇതാ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കുമയൂൺ ഹിമാലയാസ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരാഖണ്ഡ് ഹിമാലയാസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ പീക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ ഈ ഒരു ഭാഗത്തൂടെയാണ് പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് പോകുന്നത്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്, നന്ദാദേവി വരുന്നുണ്ട്, അതുപോലെ ബദ്രീനാഥ്, അതുപോലെ കേദാർനാഥ്, കാമേറ്റ്, ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട ഉത്തരാഖണ്ഡിലെ മൗണ്ടൻ റേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ, ബദ്രീനാഥ് കാണുന്നുണ്ട്, നന്ദാദേവി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ കണ്ടോ, ഇത് നടക്കുന്നു. അതുപോലെ ബാക്കി ഹിമാലയസ് ഇവിടെ ഉള്ളതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ലേക്കുകളും റിവറുകളും നമുക്ക് നോക്കാം. ലേക്കും റിവറും വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ലേക്കിൻ്റെ റിവറാണ്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ആ ഗ്ലേഷ്യറിൻ്റെ പേരാണ് ഗംഗോത്രി ഗ്ലേഷ്യർ. ഓക്കെ, എന്താണ് ഗംഗോത്രി ഗ്ലേഷ്യർ? ഈ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് നമ്മുടെ ഗംഗ എന്ന് പറയുന്ന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതെവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ്. ഈ ഗംഗോത്രി കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന മറ്റൊരു ഗ്ലേഷ്യർ ഉണ്ട്, അതിൻ്റെ പേരാണ് യമുനോത്രി. ഓക്കെ, YAMUNOTRI, യമുനോത്രി ഗ്ലേഷ്യർ. അപ്പോൾ യമുനോത്രി ഗ്ലേഷ്യറുകൾ, ഗംഗോത്രിയിൽ നിന്ന് ഗംഗ വരുന്നു, യമുനോത്രിയിൽ നിന്ന് യമുന വരുന്നു. യമുന എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്, അതായത് പോഷക നദിയാണ്. അപ്പോൾ ഇത് രണ്ടും എവിടെയാണ്, ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയാസിൽ നിന്നാണ്. അപ്പോൾ ഈ ഗ്ലേഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തറയിൽ കാണുന്ന ഒന്നല്ല, അത് മലയുടെ മുകളിൽ കാണുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലാർജ് ഷീറ്റ് ഓഫ് ഐസ് ആണ്. ഇത് ഉരുകിയിട്ടാണ് നദിയിലേക്ക് വെള്ളം കിട്ടുക. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഗ്ലേഷ്യറാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഗംഗോത്രി ഗ്ലേഷ്യർ. ഈ ഗംഗോത്രി ഗ്ലേഷ്യർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊസിഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയാണത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാഡ്വാൾ ഹിമാലയാസിലാണ് ഈ പറയുന്ന ഗംഗോത്രി ഗ്ലേഷ്യർ കാണുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ലേക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 1-2 ലേക്കുകൾ നോക്കാം. ഒന്ന് നൈനിറ്റാൽ. ഓക്കെ, NAINITAL, നൈനിറ്റാൽ ലേക്ക്. അതുപോലെ ഭീംതാൽ, BHIMTAL. അപ്പോൾ നൈനിറ്റാൽ, ഭീംതാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലേക്കുകൾ കൂടെയാണ്. ഇതിന് പുറമെ നെക്സ്റ്റ് പറയേണ്ട ഒരു സാധനമാണ് ഡ്യൂൺസിനെ പറ്റി. ഓക്കെ, ഡ്യൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള കുന്നുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. അതായത് മുകളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള കുന്നുകൾ. അതായത് നമ്മുടെ ഈ ശിവാലിക് റേഞ്ചസിന്റെ ഒക്കെ താഴത്തെ ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന എന്ത് കാണുന്നത്, ഡ്യൂൺസ് കാണുന്നത്. ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയാസിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഡ്യൂൺസ്. ഓക്കെ, ശിവാലിക് റേഞ്ചസിലാണ് ഈ ഡ്യൂൺസ് പ്രധാനമായിട്ട് വരുന്നത്. ഉത്തരാഖണ്ഡിൽ ഫേമസ് ആയിട്ടുള്ള കുറെ ഡ്യൂൺസ് ഉണ്ട്. ഉദാഹരണമാണ് ഡെറാഡ്യൂൺ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഡെറാഡൂൺ.
ഈ പറയുന്ന ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. അപ്പോൾ ഈ ഡെറാഡൂൺ എന്ന് പറയുന്നത് എന്താണ്? ജോഗ്രഫിക്കലി അതൊരു ഡ്യൂണാണ്. വാട്ട് ഈസ് എ ഡ്യൂൺ? മുകളിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇവിടെ നൈനിറ്റാൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാപ്പിൽ ഞാൻ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. നൈനിറ്റാൾ കണ്ടോ? നൈനിറ്റാൾ. ഓക്കെ. അപ്പോൾ ഡ്യൂൺസ് ആണ് ഈ പറയുന്ന ഭാഗത്തുള്ളത്. ഇവിടെ ഡെറാഡൂൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഈ പറയുന്ന ശിവാലിക് റേഞ്ചസ്, അപ്പോൾ ഹിമാചൽ റേഞ്ച് ശിവാലിക് റേഞ്ചസിൻ്റെ ഭാഗത്ത് കാണുന്ന കുന്നുകളാണ് ഡ്യൂൺസ്. ഉത്തരാഖണ്ഡ് ഹിമാലയാസിലാണ് കൂടുതലായിട്ടും ഡ്യൂൺസിൻ്റെ ഫേമസ് ആയിട്ടുള്ളത്. ഉദാഹരണമാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലും ഈ പറയുന്ന ഡെറാഡൂൺ. ഇനി ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊന്നാണ് ഈ കാണുന്ന നല്ല രസമുണ്ടല്ലേ കാണാനായിട്ടുള്ള ഈ ഒരു സ്ഥലം. ഈ സ്ഥലങ്ങൾ പുൽമേടുകളാണ്, നമ്മൾ മെഡോസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? പുൽമേടുകൾ അല്ലെങ്കിൽ മെഡോസ്. ഇവിടെ കാണുന്ന മെഡോസ് നമ്മൾ പ്രത്യേക പേര് പറഞ്ഞ് വിളിക്കും. BUGYALS, ബൊഗിയൽസ്. ഓക്കെ, BUGYALS അഥവാ ബൊഗിയൽസ്. ബൊഗിയൽസ് എന്ന് വെച്ചാൽ എന്താണ്? ബൊഗിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽപിൻ സമ്മർ മെഡോസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആൽപിൻ വെജിറ്റേഷൻ, പുൽമേടുകൾ എന്ന് സിമ്പിളായിട്ട് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബൊഗിയൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലത്തെ പുൽമേടുകൾ. ഇത് വിന്റർ സമയത്ത് മഞ്ഞുമൂടി കിടക്കുകയും സമ്മർ സമയമാകുമ്പോൾ ആ മഞ്ഞ കുരുകി പോയിട്ട് ഇതുപോലെ നല്ല പച്ച നിറത്തിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ഈ ആട് മേയ്ക്കുന്ന ആൾക്കാർ ആടുമായിട്ട് വന്നിട്ട് അല്ലെ ഒരു നൊമാഡിക് ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ബൊഗിയൽസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയാസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എവിടെയാണ്? സത്ലജ് തൊട്ട് കാളി റിവർ വരെയാണ്. ഓക്കെ ആണല്ലോ. അതിൻ്റെ വെസ്റ്റേൺ ഭാഗത്തിന് ഗാഡ്വാൽ ഹിമാലയാസ് എന്നും ഈസ്റ്റേൺ സൈഡ് നമ്മൾ കുമൈൻ ഹിമാലയാസ് എന്നും വിളിക്കുന്നു. നന്ദാദേവി, കാമേറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ്. റിവറുകളെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ദേശീയ നദിയായിട്ടുള്ള ഗംഗ ഉത്ഭവിക്കുന്ന ഗംഗോത്രി ഗാർവാൾ ഹിമാലയാസിലും, യമുന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന യമുനോത്രിയും ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയാസിലാണ്. ഫ്രഷ് വാട്ടർ ലേക്സ് ആയിട്ടുള്ള നൈനിറ്റാളും ഭീംതാളും സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന ഭാഗത്ത് ആണ്. ഡ്യൂൺസ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഫ്ലാറ്റ് വാലീസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. എവിടെയാണ്? ശിവാലിക് റേഞ്ചസിലാണ് കാണുന്നത് ഈ ഡ്യൂൺസ്. ഡെറാഡ്യൂണ് പ്രധാനപ്പെട്ട ഡ്യൂൺസിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. ബൊഗിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ആൽപിൻ സമ്മർ മെഡോസ് ഇൻ ദിസ് റീജിയൻ ആർ കോൾഡ് ബൊഗിയൽസ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, പുൽമേടുകൾ. ഓക്കെ, ദയാറ ബൊഗിയൽസ്, ഗോർസൺ ബൊഗിയൽസ് ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എന്താണ് ബൊഗിയൽസ് ആണ്. കുറച്ച് സമയമായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ സെൻട്രൽ ഹിമാലയാസും ഈസ്റ്റേൺ ഹിമാലയാസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പൂർവാചൽ ഹില്ലും കൂടെ ചേർത്ത് ഈ 3 എണ്ണം കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ ഈ ക്ലാസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത ക്ലാസ് കാണാൻ. അപ്പോൾ നോട്ട് ആവശ്യമുള്ളവർ അറിയാമല്ലോ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.